ഈ നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ദിയ കൃഷ്ണകുമാറിൻ്റെ അവരുടെ ഈ ബൊട്ടീക്കിൽ മോഷണം നടത്തിയ അവരിൽ 2 പേര് കീഴടങ്ങിയിരിക്കുന്നു. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ആദ്യം ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ ആദ്യം ക്യാമറയ്ക്ക് മുന്നിലൊക്കെ വീറോടെ നിന്ന അവർ കൃഷ്ണകുമാറിനെ കള്ളക്കേസിൽ കൊടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അതായത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി പണം വാങ്ങി, അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിൻ്റെ മരുമകൻ മോശമായി പെരുമാറി എന്ന രീതിയിൽ. അപ്പോൾ ഈ 2 പേര് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ വിനീതയും രാധാകുമാരിയും ഇത് കുറ്റം സമ്മതിച്ചു. ഒളിവിൽ തുടർന്ന് ദിവ്യയും അപ്പോൾ വാദിയാകാൻ എത്തിയവരാണ് ഇപ്പോൾ പ്രതിയായി മാറിയിരിക്കുന്നത്. അപ്പോൾ 2 പേര് അറസ്റ്റിലായിരിക്കുന്നു. ഹെൽമറ്റ് ധരിച്ചെത്തി വിനീതയും രാധാകുമാരിയുമാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഹെൽമറ്റ് ധരിച്ചുകൊണ്ടാണ് അവർ എത്തിയത്. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കേസ് വന്ന സമയത്തെ മാധ്യമങ്ങളിൽ വന്ന ആദ്യത്തെ വാർത്ത, കാരണം വാർത്താ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണല്ലോ, ആളെങ്ങനെ ശ്രദ്ധിക്കും എന്നുള്ളതാണല്ലോ നോക്കുക. അതെ, ദിയ കൃഷ്ണകുമാറും ചേർന്ന് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ദിയ കൃഷ്ണകുമാറിനും എതിരെ കേസ്. വലിയ വാർത്തയാണ്. പക്ഷേ ഇതിൻ്റെ മറുവശം ആ സമയത്തൊന്നും ഇവർ അന്വേഷിച്ചില്ല. പക്ഷേ ഇതിൽ സംഭവിച്ചെന്താ വെച്ചാൽ, ദിയ കൃഷ്ണകുമാറിന് മില്യണിലധികം ഫോളോവേഴ്സുള്ള പേജുകളുണ്ട് ദിയയുടെ. ദിയ അതിനകത്ത് വന്ന് ദിയയുടെ കാര്യം പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഈ വലിയ മാധ്യമങ്ങളിൽ കൊടുക്കുന്ന വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ഇതിലെന്താണ് വസ്തുത എന്നുള്ള കാര്യം അങ്ങനെ അവരുടെ പേജിലൂടെ വന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി, പോലീസിനും കാര്യം മനസ്സിലായി. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം കണ്ടാണ് ഈ വിഷയം കത്തിക്കയറുന്നത്. കേസെടുത്തു. സ്വാഭാവികമായിട്ടും പോലീസ് 3 പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസെടുക്കും. അപ്പോൾ അതിന് തൊട്ട് പുറകെ ഈ വെള്ളിയാഴ്ച ദിവസം കണ്ടാണ് ഇവർക്ക് അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു പേടി വരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശനിയും ഞായറും അവർക്ക് കോടതിയില്ല, ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ വന്ന സമയത്ത് കൃഷ്ണകുമാർ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ട് അറസ്റ്റ് ഒഴിവാക്കിയതിനെ കുറിച്ചൊക്കെ കൃഷ്ണകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസും പി ശശിയൊക്കെ ഏത് നല്ല രീതിയിലാണ് പെരുമാറിയത് എന്നതിനെ കുറിച്ചൊക്കെ അന്ന് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കേസിൻ്റെ മറ്റൊരു തലം, ഈ 3 ജീവനക്കാർ, അതിലിപ്പോൾ 2 പേര് കീഴടങ്ങി എന്ന് പറയണം. ഈ 3 ജീവനക്കാർ ഈ ദിയ കൃഷ്ണകുമാർ വിവാഹം കഴിഞ്ഞ് പോയതിന് ശേഷം കട ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥാപനം നമ്മൾ ഉണ്ടാക്കിയിട്ട് അവിടെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ എത്ര വലിയ അടുപ്പമുള്ള ജീവനക്കാരാണെങ്കിലും മോഷണത്തിനുള്ള വലിയ സാധ്യതകൾ അവിടെ ഉണ്ട്. ഇവർ വളരെ ഡിജിറ്റൽ പരമായിട്ട് മോഷണം നടത്തി. ഇവരുടെ QR കോഡ് കൊടുത്തു, ആ QR കോഡിലേക്ക് പണം അയപ്പിച്ചു, അത് ഇവരുടെ അക്കൗണ്ടിലേക്ക് പോയി. ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. പിന്നീട് എപ്പോഴോ ആണ് ഈ പണത്തിൻ്റെ ഇത് കുറവ് വന്ന സമയത്തൊക്കെയാണ് സംസാരിച്ചപ്പോഴേ ഇതിങ്ങനെയാണ് സംഭവം എന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവരുടെ പേജിലൊരു പോസ്റ്റ് ഇടുന്നു, ഇങ്ങനെ ആർക്കെങ്കിലും പരാതികളുണ്ടെങ്കിൽ അറിയുക. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ട്, ഇവരുടെ QR കോഡ് അയച്ചു കൊടുത്ത് പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിരവധി പരാതികളാണ് ദിയയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അവർ കൗണ്ടർ കേസ് കൊടുത്തു, ഇങ്ങനെ മോഷണം നടത്തി, ഞങ്ങളുടെ സ്ഥാപനത്തിൽ മോഷണം നടത്തി 69 ലക്ഷം രൂപയുടെ മോഷണമാണ് നടത്തിയെന്ന് പറഞ്ഞ് ഈ വിഡ്ഢികളായ 3 ജീവനക്കാർ, അങ്ങനെ വേണമെങ്കിൽ പറയണം. മോഷണം കക്കാൻ അറിയാം, പക്ഷെ നിൽക്കാൻ അറിയില്ല എന്ന് പറയില്ല നമ്മൾ. അതുപോലെ വിഡ്ഢികളായ 3 ജീവനക്കാർ ഈ പറയുന്ന പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഏതോ ഒരു പമ്പര വിഡ്ഢിയായ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തു, അത് ടാക്സ് കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയപ്പിച്ചാന്ന് പറഞ്ഞാൽ മതി, മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അതായത് നമ്മളൊരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥാപനം നമുക്ക് നേരിട്ട് അവിടെ നിന്ന് നോക്കാൻ പറ്റാത്തടത്തോളം കാലം ആ സ്ഥാപനത്തിൽ മോഷണം ഉണ്ടാവും, അവിടെ തട്ടിപ്പ് നടത്തും. അവിടെ എത്ര വലിയ വിശ്വാസമുള്ള ജീവനക്കാരാണെങ്കിലും നമുക്ക് ഒരു പരിധി വരെയൊക്കെ അവരെയും വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ സ്ഥാപനത്തിൽ നമ്മുടെ കണ്ണെത്തുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് വലിയ ബിസിനസ് ആണെങ്കിലും അവിടെ മോഷണത്തിനും തട്ടിപ്പിനുള്ള സാധ്യത അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 50,000 രൂപ 1 ലക്ഷം രൂപ എന്നുള്ളതല്ല, 69 ലക്ഷം രൂപയാണ്. അതുമാത്രമല്ല, ഇവർ QR കോഡൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു, ATM വഴി പൈസ എടുക്കുന്നു. പിന്നീട് പറയുന്ന ടാക്സ് വെട്ടിക്കാൻ വേണ്ടി കൃഷ്ണകുമാർ തന്നെ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു. എന്തെല്ലാം കള്ളത്തരങ്ങൾ. 69 ലക്ഷം രൂപ ഒരു കടയിൽ നിന്ന് 2 വർഷത്തിനിടെ വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായൊരു തുകയല്ലല്ലോ. അവർക്ക് അന്നം കൊടുക്കുന്ന സ്ഥാപനമാണത്. അപ്പോൾ അവിടെ നിന്ന് മോഷണം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മോശകരമായ കാര്യമാണ്. അപ്പോൾ അതിൽ ഇത്രയും ലക്ഷം രൂപയൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് നശിച്ചു പോയാലും വേണ്ടിയില്ല, നമ്മൾ വളരണമെന്നുള്ളൊരു ചിന്താഗതിയല്ലേ അത്. പിന്നെ എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വളരെ ഇതായിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇവർ പരാതി കൊടുത്തേക്കുന്നത് ഈ ദിയ കൃഷ്ണകുമാറിന്റെ ഭർത്താവ് രാത്രിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മെസ്സേജ് അയക്കും, അശ്ലീല ചുവയോടുള്ള മെസ്സേജും സംസാരങ്ങളും ഇവരോടത്തുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തപ്പോൾ ദിയ കൃഷ്ണകുമാർ അതിന് മറുപടി ഇട്ടൊരു സാധനം ഉണ്ടായിരുന്നു, ബിരിയാണി വീട്ടിലുള്ള പാരും പഴങ്കഞ്ഞി തേടി പോകാറില്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പോൾ അതൊക്കെ വരും ട്രോള് പോലെയൊക്കെ നമുക്ക് കരുതാമെങ്കിലും പക്ഷെ അതിന്റെ ഓരോ തലങ്ങളാണ്. അതായത് ഇവർക്ക് അന്നം നൽകിയ ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കുക, അന്നം നൽകിയ ആളുകളെ തള്ളിപ്പറയുക, അവരെ കുറിച്ച് മോശമായിട്ട് സമൂഹ മധ്യത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ആദ്യഘട്ടം മുതലേ ഇവർക്ക് എതിരാണ്. പബ്ലിക് മുഴുവൻ ഇവർക്ക് എതിരാണ്, ഗ്രൗണ്ട് ഇവർക്ക് എതിരാണ്, ഈ പിള്ളേർക്കെതിരെ. അപ്പോൾ ഇവരെ എത്ര മാത്രം ഇവർ ശ്രമിച്ചു കഴിഞ്ഞാലും ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്ക് ജാമ്യം കിട്ടൂല. കാരണം ഇങ്ങനെയുള്ളൊരു കേസ്, ആ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട്. കോടതി പരിശോധിച്ച് കഴിഞ്ഞാലും ഇവർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മുഴുവൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ പലരും നിന്നായിട്ട് പൈസ വാങ്ങിച്ച്, ഇനിയിപ്പോൾ ഞാൻ കുറേ ആളുടെ നിന്ന് പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോടതിയോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് അവരുടെ നിന്ന് പൈസ മേടിച്ചതെന്ന് പറഞ്ഞാൽ എന്ത് പറയും? അതിങ്ങനെ കൃഷ്ണകുമാർ പറഞ്ഞിട്ടാണ്, എന്നിട്ട് ഞാൻ ഈ പൈസ മുഴുവൻ ATM നിന്ന് വിഡ്രോ ചെയ്തിട്ട് അവർക്കാണ് കൊണ്ടേ കൊടുക്കുന്നത്. ATM നിന്ന് വിഡ്രോ ചെയ്തിട്ട് അവർക്ക് കൊണ്ടേ കൊടുക്കുന്നതിൻ്റെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആളുകളിൽ നിന്ന് വാങ്ങിച്ചത് ഇവരെ ബാങ്ക് അക്കൗണ്ട് വഴിയല്ലേ, അതിനുള്ള തെളിവുകളുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല ഇവർ CCTV വിഷ്വൽസ് ഉണ്ട്. ഇവർ QR കോഡിന് മേളിൽ ഇവരുടെ ഫോണിലെ QR കോഡ് വെച്ച് കൊടുത്തിട്ട് പൈസ വാങ്ങിയതിന് CCTV വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിത്തിരിച്ച് അവസാനം കള്ളത്തരം പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അന്നം നൽകിയ ഒരു സ്ഥാപനം ഇല്ലാതായാലും കുഴപ്പമില്ല, വിൻചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ നന്നായാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ചിന്തയിൽ പറ്റിയ ഒരു അബദ്ധമാണിത്. അബദ്ധം എന്നല്ല, ഒരു തെറ്റാണ് അവർ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു. നമ്മൾ എത്ര വലിയ തട്ടിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. QR കോഡ്, ഡിജിറ്റൽ തെളിവുകളാണ് അതൊക്കെ. ഡിജിറ്റൽ തെളിവുകൾ ബാക്കി വെച്ചിട്ട് ഇവരെന്ത് കള്ളത്തരം നടത്തിയിട്ട് ഏത് കോടതിയിൽ പോയി കഴിഞ്ഞാലാണ് ഇവർക്ക് ജാമ്യം കിട്ടുക? ഒരു കോടതിയിലും മുൻകൂർ ജാമ്യം കിട്ടില്ല ഇവർക്ക്. ഇനി ഒരു സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അറിയാം ഇത് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്, ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണം. അത് മാത്രമല്ല മാധ്യമങ്ങളുടെ ഒരു നിലപാടും ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യഘട്ടത്തിൽ കൃഷ്ണകുമാറിനെതിരെയാണ് വാർത്തയെന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിരുന്നു മാധ്യമങ്ങളൊക്കെ തന്നെ. പിന്നീട് ഇവർ ജീവനക്കാരുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടതോടെ എല്ലാവരും പത്തി മടക്കി. ഇപ്പോൾ ആരും ഈ വാർത്ത പോലും കാണിക്കുന്നില്ല. ഇല്ല, അവർക്ക് വാർത്താ പ്രാധാന്യമില്ല. വിൽക്കാൻ പറ്റാത്തൊരു ചരക്കായിട്ട് അത് മാറി. അതങ്ങനെയാണല്ലോ, മാങ്ങയുള്ള മാവിൽ എറിഞ്ഞാൽ മാത്രമല്ലേ മാങ്ങ കിട്ടുള്ളൂ, അല്ലാതെ എറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതന്നെ ഇവർ ചെയ്യുന്നുള്ളൂ, മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനും എതിരെ ആണ് അവർക്ക് വാർത്തയെങ്കിൽ അത് വലിയ വാർത്തയായിട്ട് കൊടുക്കുക. ആദ്യ വാർത്ത, വലിയ വാർത്ത, ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്ത ചരിത്രം ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മളിത് പറയേണ്ടി വരുന്നത്. പക്ഷേ അവർക്കെതിരെയല്ല, ഈ പറയുന്ന ജീവനക്കാരികളാണ് ഇതിൽ കുറ്റക്കാരികൾ എന്ന് കണ്ട് അവർക്കെതിരെ തെളിവുകളും അവർ കീഴടങ്ങലും പോയപ്പോൾ ഒരു കുഞ്ഞു വാർത്തയായിട്ട് അങ്ങനെ ഒഴിവാക്കി വിടും. അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ്സുകൾ നടത്തുന്നവർ ശ്രദ്ധിക്കുക. സ്വന്തം കയ്യെത്തും ദൂരത്ത് അല്ലെങ്കിൽ കണ്ണെത്തും ദൂരത്ത് ബിസിനസ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതുപോലുള്ള കള്ളങ്ങൾ നടക്കും, ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാറിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ പുതിയ എൻ്റർപ്രൈനർമാരൊക്കെ വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുകൾ ഉണ്ടാവണം, നമുക്കതിൽ ശ്രദ്ധിക്കാൻ പറ്റണം. അല്ലാത്ത പക്ഷം വളരെ ബുദ്ധിമുട്ടായിരിക്കും. എത്ര വലിയ അടുപ്പമുള്ള ജീവനക്കാരാണെങ്കിലും അതിൽ കള്ളത്തരം കാണിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.